ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുഹമ്മദൻ സ്പോർട്ടിംഗിനെ നേരിടും. കോച്ച് മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള ആദ്യ മത്സരമാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്. ടീമിന്റെ മോശം പ്രകടനത്തിൽ മാനേജ്മെന്റിനെതിരെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകും. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള ആദ്യ മത്സരമാണ്. അപ്പോൾ ജയം അനിവാര്യമാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, മാനേജ്മെന്റിനെ സംബന്ധിച്ച്. ഇന്ന് മഞ്ഞപ്പട, ആരാധക കൂട്ടമായ മഞ്ഞപ്പട വലിയ പ്രതിഷേധത്തിനാണോ കോപ്പുകൂട്ടുന്നത്? ദിവ്യ, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കളി തന്നെയാണ്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ കളിയാണ് ഇന്ന്. മിഖായൽ സ്റ്റാറയും സഹപരിശീലകരെയും കഴിഞ്ഞ ദിവസമാണ് പുറത്താക്കിയത്. മാത്രമല്ല, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ കളികളിലായി വളരെ മോശം പ്രകടനം, വളരെ ദയനീയമായ പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ ഒരു കഴിഞ്ഞ സീസണുകളിൽ വെച്ച് ഏറ്റവും ഒരു മോശം സീസൺ എന്ന് തന്നെ ആരാധകർ വിശേഷിപ്പിച്ച ഒരു സീസൺ തന്നെയായിരുന്നു ഈ സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധവും ഒരു നിസ്സഹകരണവും ഒക്കെ ഉണ്ടാകുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥ കൂടി കണ്ടാൽ, നിലവിലത്തെ ഒരു അവസ്ഥ കൂടി കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ആരാധകർ വളരെ കുറവാണ്. സാധാരണഗതിയിൽ കാണാറുള്ളതിനെ കഴിഞ്ഞും വളരെ കുറവാണ് ആരാധകരുള്ളത്. അപ്പോൾ മഞ്ഞപ്പടയുടെ ഭാഗത്തു നിന്നൊരു ഇത്തരത്തിലൊരു നിസ്സഹകരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഗ്യാലറിക്ക് പുറത്തും ഉള്ളിലും നടത്തുമെന്ന് ആരാധകർ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആരാധകർ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ആരാധകർ കുറവാണ്. ഇപ്പോൾ ഈ ഒരു മിഖായൽ സ്റ്റാറയുടെ ഒരു പുറത്താക്കിയതിനു ശേഷം ടീം മാനേജ്മെന്റ് അത്തരത്തിലൊരു കൈ കഴുകുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നതടക്കമുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ആരാധകർ ഈ തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ കൈ കഴുകാൻ സാധിക്കില്ല എന്നൊരു തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കുമൊക്കെയാണ് നീങ്ങുന്നത്. അതിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ കുറച്ച് ആളുകൾ ആണ്, ഇപ്പോഴൊരു 5 മണിയാകുന്നു, അപ്പോഴും വളരെ കുറച്ച് ആളുകൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, കളി കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കളി കാണാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ അടക്കാടിയ അഡ്രിയാൻ ലൂണ അടക്കം പറഞ്ഞിരുന്നത് അവർ പ്രതീക്ഷയിലാണ് എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും കുറച്ച് വരുന്ന ആരാധകർ അവർ പ്രതീക്ഷയിലാണ് ഈ ഒരു കളിയെങ്കിലും. കാരണം മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ് ഇത്തരത്തിൽ മത്സരം എന്നുള്ളത്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരാണ് ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കളി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയാകും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് മഞ്ഞപ്പട ആൾക്കാരെ കാണാം, ആരാധകരെ കാണാം, ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കാണാം. മഞ്ഞ കുപ്പായമിട്ടിട്ടുണ്ട്. അവർക്ക് ഇന്നത്തെ കളിയെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് നോക്കാമോ? ദിവ്യ, ഇവിടെ വരുന്ന ആരാധകർക്ക് അവർ പ്രതീക്ഷയിൽ തന്നെയാണ്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്ന ആരാധകർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷയിലാണോ? കഴിഞ്ഞ കളികളിൽ നമുക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി, എന്നാൽ പോലും ഇപ്രാവശ്യം ജയിക്കുന്നത് തന്നെയാണ്. അതിലൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, ഒരു പ്രതീക്ഷ കുറവുള്ള നമ്മളെ കോച്ചിലാത്തോണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട് കളിക്കുന്ന. പിന്നെ കളി കാണാം. അത് തന്നെ ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് വന്നത്. ഇപ്പൊ മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയപ്പോഴൊരു അതിലൊരു നിരാശയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നിരാശ ഉണ്ടെങ്കിൽ ഇതിൽ ജയിക്കും പ്രതീക്ഷിക്കും. ജയിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. കാരണം അങ്ങനെ തന്നെയാണോ പോകുന്നത്? ഇപ്പം കോച്ചിനെ പുറത്താക്കി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടിയൊക്കെ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഒരു കളി എങ്ങനെയായിരിക്കും? ഇന്നത്തെ മത്സരം ജയിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ കോച്ചിനെ പുറത്താക്കിയോടെ നമ്മൾ യോജിക്കുന്നില്ല. കാരണം മാനേജ്മെന്റ് ഭാഗത്ത് നല്ല തെറ്റുണ്ട്. വെച്ചാൽ മികച്ചൊരു ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്കില്ല. എന്നുവെച്ചാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒരു കോച്ചിനെ പുറത്താക്കിക്കൊണ്ട് നമ്മളെ ഫാൻസാരെ വായ അടുപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊന്നും നമ്മൾ അടങ്ങി നിൽക്കില്ല എന്ന് മാനേജറിനെ അറിയിക്കാനുള്ളത്. നമ്മൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും. നമുക്ക് വേണ്ടത് മികച്ച ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ്. ഒരു കോച്ചിനെ പുറത്താക്കി നമ്മൾ ഇറക്കി നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനാണെങ്കിൽ ഒന്നും ഫിറ്റ്നസ് ഇല്ല. ഒരു 70-65 ശേഷം ഒരു ഫിറ്റ്നസ് ഇല്ലായ്മ, ഒരു തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് പറയാനുള്ളത്, ഒരു മികച്ചൊരു ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണം. 10-11 വർഷമായി നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് പിന്നിലുണ്ട്. അതും മാനേജ്മെന്റ് കാണുന്നില്ല. മാനേജ്മെന്റ് ഒരു കാര്യം സൂചിപ്പിക്കുകയോ ഒരു കോച്ചിനെ പുറത്താക്കും, ചിലപ്പോൾ കൊണ്ടില്ല. ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വീണ്ടും ഉണ്ട്. ഒരു കൃത്യമായിട്ടൊരു അപ്ഡേഷൻ ഇല്ല. ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, ആരെങ്കിലും കൊണ്ടുവരോ, ഒന്നും അറിയിക്കുന്നില്ല. സ്റ്റാറെ പുറത്താക്കിയത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു കൈകഴുകലാണ് എന്ന് തന്നെയാണോ ആരാധകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും. സ്റ്റാറെ നല്ലൊരു കോച്ചാണ്. പുള്ളിയുടെ ടാറ്റിക്സിന് ഉയർത്തിയിട്ട് ഒരു പ്ലേയേഴ്സ് നമ്മളില്ല. അതാണ്
അത് നമ്മൾ സൂചിപ്പിക്കുക ഒരു അസിസ്റ്റന്റ് കോച്ച്, ഒരു ടെക്നിക്കൽ കോച്ച്, 3 ആളെ പുറത്താക്കി. അതുകൊണ്ട് കൈയെടുക്കാൻ ശ്രമിക്കുന്നവർ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണോ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ്? പ്രതിഷേധമൊന്നുമില്ല. ഈ വട്ടം ഞാൻ ആദ്യവട്ടം കളി കാണാൻ വരുന്നത്. എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ വട്ടം ജയിക്കുവാനാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ കളി അതായത് മുഹമ്മദ് അൻസിനെതിരെയാണ് കളി ഉള്ളത്. അപ്പോൾ ഈ കളിയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? കളിയായിട്ട് ചോദിക്കുന്നത് രണ്ടും നല്ല ടീമാണ്. ഈ വട്ടം കേരളം ജയിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രാർത്ഥിക്കുന്നു. ദിവ്യ, ആരാധകരുടെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. കഴിഞ്ഞ മത്സരങ്ങൾ, കഴിഞ്ഞ 3 കളിയിൽ തുടർച്ചയായിട്ടുള്ള തോൽവികൾ ഉണ്ടെങ്കിൽ പോലും ആരാധകർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഏറ്റവും വലിയൊരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം കൃത്യമായിട്ടുള്ളൊരു ഒരു ഏകോപന മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതായത് മിഖായൽ സ്റ്റാറയെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് പോയത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൈ കഴുകുന്ന നടപടിയാണ്. സഹപരിശീലകരുടെ അടക്കം പുറത്താക്കിയത് ഒരു കൈ കഴുകുന്ന നടപടിയാണ് എന്നുള്ള തരത്തിലൊരു അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത്. അത് തന്നെയാണ് മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്നും ആളുകൾ, ആരാധകർക്ക് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു പ്രതിഷേധവും ആ ഒരു നിസ്സഹകരണവും ഒക്കെയാണ് ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ളത്. അത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സാധാരണ ഉള്ളതിനെ കഴിഞ്ഞും സാധാരണ ഈ സമയത്ത് ഒരുപാട് ആരാധകരെ ഇങ്ങോട്ടേക്ക് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരാധകർ കുറവുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു നിസ്സഹകരണം തന്നെ ആകും ഇതിന്റെ ഒരു കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കോച്ചിനെ പുറത്താക്കിയതിൽ അതിനെതിരെ മാനേജ്മെന്റിനെതിരെ മഞ്ഞപ്പട അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇതുവരെ ഉണ്ടായ തോൽവിയിൽ കോച്ചിനെ പുറത്താക്കിക്കൊണ്ട് മാനേജ്മെന്റ് കൈകഴുകുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർക്ക് പറയാനുള്ളത്. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ മത്സരത്തിൽ വലിയ നിസ്സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. വലിയ ആളുകളെയൊന്നും ആരാധകരെയൊന്നും നമുക്ക് അവിടെ കാണാനും കഴിയുന്നില്ല. ഇന്ന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ജയം അനിവാര്യമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്നതാണ് ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.